ഹായ് ഫ്രണ്ട്സ്, സൂപ്പ് കഴിക്കാനായിട്ട് ഇഷ്ടമുള്ള എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സ്വീറ്റ് കോൺ സൂപ്പിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയോടെ തന്നെ നമുക്ക് വീട്ടിലും ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. നമുക്കതിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും തയ്യാറാക്കാം. സ്വീറ്റ് കോൺ സൂപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കോൺ തന്നെയായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു 250 ഗ്രാം കോണാണ് എടുത്തിട്ടുള്ളത്. ഈ സ്വീറ്റ് കോൺ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് സ്വീറ്റ് കോൺ വാങ്ങാം. അതേപോലെ തന്നെ ഫ്രോസൺ നമുക്ക് വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ ക്യാൻഡ് സ്വീറ്റ് കോൺ നമുക്ക് വാങ്ങാൻ കിട്ടും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വാങ്ങിയിട്ട് ചെയ്യാം. ഇനി ഈ സ്വീറ്റ് കോൺ നമ്മൾ 2 ഭാഗമാക്കി തിരിക്കും. ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാനായിട്ട് മാറ്റി വയ്ക്കും, പിന്നെ കുറച്ച് നമ്മൾ അതേപോലെ തന്നെ ഇടും. പിന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റാണ് ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 2 എണ്ണം എടുക്കുക, വലിയ വെളുത്തുള്ളി അടിക്കുകയാണെങ്കിൽ 1 മതി. അതേപോലെ തന്നെ വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ക്യാരറ്റ് 1 ടേബിൾ സ്പൂൺ അളവിൽ, അതേപോലെ സ്പ്രിംഗ് ഓനിയൻ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ചാട്ട് മസാല എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഈ ചാട്ട് മസാല വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ എരിവൊന്നും വേണ്ട, കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ചാട്ട് മസാല നിങ്ങൾക്ക് ഒഴിവാക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോറും നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ആവശ്യമുണ്ടാവും. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഒലിവ് ഓയിൽ ആവശ്യമുണ്ട്. പിന്നെ ഒരു മുട്ടയുടെ വെള്ള ആവശ്യമുണ്ട്. നമ്മൾ മഞ്ഞ ഒഴിവാക്കിയിട്ട് വെള്ള മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സാധാരണ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ സൂപ്പ് കിട്ടുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ വിനെഗറൊക്കെ ചേർത്തിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ വിനെഗർ ചേർക്കണം എന്നുള്ളവർക്ക് നമുക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ അളവിലോ വേണമെങ്കിൽ വിനെഗർ ചേർക്കാം. ഞാനിവിടെ വിനെഗർ ഒട്ടും എടുത്തിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മളുടെ സ്വീറ്റ് കോൺ ഒന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുഴുവൻ സ്വീറ്റ് കോൺ ഞാനിവിടെ അരച്ചെടുക്കുന്നില്ല. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സ്വീറ്റ് കോൺ മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാനും ഇവിടെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സ്വീറ്റ് കോൺ നമ്മൾ അങ്ങനെ തന്നെ സൂപ്പിൽ നമ്മൾ സാധാരണ കഴിക്കുമ്പോൾ സൂപ്പിൽ സ്വീറ്റ് കോൺ കെടുക്കാറില്ലേ, അപ്പോൾ അതേപോലെ നമുക്ക് സ്വീറ്റ് കോൺ അങ്ങനെ തന്നെ കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സ്വീറ്റ് കോൺ മാറ്റി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാനിവിടെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ ഒട്ടും വെള്ളം ചേർക്കണമെന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ചെടുക്കുന്ന പോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും മിക്സിയുടെ ചെറിയ ഗ്രൈൻഡറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വെള്ളം ചേർക്കാണ്ട് തന്നെ മാക്സിമം അരച്ചെടുക്കാൻ നോക്കുക. അഥവാ നിങ്ങളുടെ ഗ്രൈൻഡറിൽ വെള്ളം ചേർക്കാണ്ട് അരയ്ക്കാൻ പറ്റണില്ലെങ്കിൽ 1 ടീസ്പൂൺ അളവിലൊക്കെ മാത്രം വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നല്ല ഫൈനായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വീറ്റ് കോൺ ഇവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല കേട്ടോ. വെള്ളം ചേർക്കാണ്ട് തന്നെ എനിക്കിതേപോലെ നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ മാറ്റി വെച്ചേക്കുന്ന സ്വീറ്റ് കോൺ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊന്ന് അളന്ന് നോക്കുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെയുള്ളൂ ഇത്. അപ്പോൾ അത്രയും നിങ്ങൾ മാറ്റി വെച്ചാൽ മതി. അധികമായി കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ വല്ലാണ്ട് കുറഞ്ഞു പോയാലും നമുക്കിങ്ങനെ സൂപ്പ് കുടിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ഒന്ന് ചെറുതായിട്ട് കടിക്കാനൊന്നും കിട്ടില്ല. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഒരു അളവിൽ നിങ്ങൾ മാറ്റി വയ്ക്കുക. അതായത് 250 ഗ്രാം സ്വീറ്റ് കോണൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഒരു പാൻ സ്റ്റവിൽ വെക്കുക. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ പാൻ ചൂടായി കഴിഞ്ഞാൽ അതിൽ 1 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒലിവ് ഓയിൽ തന്നെ എടുത്തിട്ട് ചെയ്താൽ മതി. ഇനി അഥവാ ഒലിവ് ഓയിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഓയിൽ എടുത്തിട്ട് ചെയ്യുക. പക്ഷേ സൂപ്പൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് ഒലിവ് ഓയിൽ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റ് കിട്ടണമെന്ന് വെച്ചാൽ മാക്സിമം ഒലിവ് ഓയിൽ എടുത്തിട്ട് ചെയ്യുക. ഇനി നമുക്കിവിടെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണമാണ്, അത് വല്ലാണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത്. പിന്നെ ഇവിടെ ക്യാരറ്റ് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുക. ക്യാരറ്റ് 1 ടേബിൾ സ്പൂൺ അളവിലാണുള്ളത്. സ്പ്രിംഗ് ഓനിയൻ 2 ടേബിൾ സ്പൂൺ അളവിലെടുത്തിട്ടുണ്ട്. അത് സ്പ്രിംഗ് ഓനിയനും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ചിട്ടുണ്ട് കേട്ടോ, ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം. ഇനി നമ്മളുടെ 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചേക്കുന്ന സ്വീറ്റ് കോണും കൂടി ഇതിലിട്ട് കൊടുക്കുക.
ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുക്കുന്നതിൻ്റെ ഒപ്പം നമുക്കിതൊന്ന് ഹാഫ് വേവിച്ചെടുക്കണം. അപ്പോൾ എന്താ ഹാഫ് വേവിച്ചെടുക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം, നമ്മൾ ഇനി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് സൂപ്പ് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ബാക്കി നമുക്ക് ഹാഫ് ഇതിൽ കിടന്നിട്ട് കോണും ക്യാരറ്റൊക്കെ വെന്തോളും. അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഹാഫ് ഭാഗം ഒന്ന് കുക്കാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കുമ്പോൾ തന്നെ ഇതൊന്ന് ഹാഫ് കുക്കായിട്ട് കിട്ടും. ഹാഫ് കുക്കായിന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ സ്വീറ്റ് കോണിൻ്റെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സ്വീറ്റ് കോണിൻ്റെ പേസ്റ്റ് നമുക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ആദ്യം തന്നെ നമുക്കതിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പേസ്റ്റ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതൊരു ഹാഫ് കുക്കായി കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സ്വീറ്റ് കോൺ പേസ്റ്റ് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെള്ളം നമ്മൾ ഒന്ന് അളന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമുക്ക് വെള്ളം അധികം കൂടാനും പാടില്ല കുറയാനും പാടില്ല. നമ്മൾ സൂപ്പ് കുടിക്കുമ്പോൾ നമുക്കൊരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആ ഒരു അളവിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും വെള്ളം അളന്നെടുക്കുക. ഞാനിവിടെ ഒരു 4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മളൊരു 50 ഗ്രാം സൂപ്പിന് ഏകദേശം ഒരു 3/4 കപ്പ് എന്നുള്ള ഒരു അളവിൽ എടുക്കുക. അപ്പോൾ ഒരു ഏകദേശ കണക്കാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ ഞാനിപ്പോൾ ഒരു 250 ഗ്രാം സ്വീറ്റ് കോണിന് ഒരു 4 കപ്പ് അളവിലുള്ള വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ നിന്ന് ഒരു 1/4 കപ്പോ ഒരു 1/2 കപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടോ കൂടിയാലും കുറഞ്ഞാലും നമുക്ക് അത്ര വലിയ പ്രശ്നം തോന്നില്ല. പക്ഷെ കൂടുതൽ അളവിലൊക്കെ ആണെങ്കിൽ നമുക്ക് സൂപ്പ് നമുക്ക് ഒരിക്കലും അത്ര ടേസ്റ്റി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും കിട്ടില്ല. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ ഉപ്പ് ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക. നമ്മളിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇത് നമുക്ക് തിളച്ച് വരുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ വല്ലാണ്ട് തിളക്കിനേക്കാളും മുന്നേ തന്നെ നമുക്കിതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ കുറച്ചൊരു വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്കിത് കലങ്ങാനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി, അധികം വെള്ളം ഒഴിക്കേണ്ട. അല്ലെങ്കിൽ നമ്മൾ കോൺഫ്ലോർ നേരിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോൺഫ്ലോർ കട്ടിയായിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കോൺഫ്ലോർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്നും ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മളിതിപ്പോൾ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെയാണ് നമ്മൾ കോൺഫ്ലോർ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതേപോലെ തന്നെ നമുക്കിത് പെട്ടെന്ന് റെഡിയായി കിട്ടാനായിട്ട് ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ടിട്ട് ചെയ്തെടുക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. അതേപോലെ തന്നെ ഫ്ലെയിം വല്ലാണ്ട് കുറയുകയും വേണ്ട. ഇനി നമുക്കിത് തയ്യാറായി വരുന്നതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് നമ്മളുടെ മാറ്റി വെച്ചേക്കുന്ന കുരുമുളക് പൊടിയും ചാട്ട് മസാലയും ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചാട്ട് മസാല ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ആദ്യം ഞാനിപ്പോൾ ഇവിടെ കുരുമുളക് പൊടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ അളവിലാണ് കുരുമുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ചാട്ട് മസാലയും 1/2 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തേക്കണേ. അതേപോലെ തന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ കുരുമുളക് പൊടിയും ചാട്ട് മസാലയും നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. നമുക്ക് വേണമെങ്കിൽ എല്ലാവരും തയ്യാറായതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ആവശ്യമുള്ളത് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ഏറ്റവും അവസാനം നമുക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും ചാട്ട് മസാലയും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കണമെന്നില്ല കേട്ടോ. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിൽ നമുക്ക് കുരുമുളക് പൊടിയും ചാട്ട് മസാലയും ഇട്ട് കൊടുത്താൽ മതി. അതായത് സൂപ്പ് തയ്യാറായതിന് ശേഷം നമുക്ക് ഏറ്റവും അവസാനം നമ്മുടെ കുരുമുളക് പൊടിയും ചാട്ട് മസാലയും ഇട്ട് കൊടുത്താലും പ്രശ്നമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ ഇവിടെ അങ്ങനത്തെ പ്രശ്നമില്ലാത്തത് കൊണ്ട് ആദ്യം തന്നെ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ മുട്ടയുടെ വെള്ളയാണ്. അപ്പോൾ ഇങ്ങനെ തിളച്ചു വരുന്ന ബബിൾസൊക്കെ വന്ന് തുടങ്ങുന്ന ആ ടൈമിൽ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം മാത്രം എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കലക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു കൈ കൊണ്ട് തന്നെ നമ്മൾ ഒഴിച്ചെടുക്കുക, മറ്റേ കൈ കൊണ്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതേപോലെ തന്നെ ഒരുമിച്ച് അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കരുത്. ചെറുതായിട്ട് നമ്മൾ ഇങ്ങനെ ഡ്രോപ്പ് പോലെ എന്ന് പറയുന്ന പോലെ നമ്മളിങ്ങനെ ഒഴിച്ചെടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പറ്റുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളുടെ മുട്ടവെള്ളിയും ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കണ്ടിട്ടില്ലേ സൂപ്പിൽ ഇങ്ങനെ മേലെ ഇങ്ങനെ ഒരു വൈറ്റ് കളറിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് കിട്ടും.
ഇനി നമുക്കിതിപ്പോൾ ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ചൂടിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് പിന്നെ ആ സ്റ്റവിൽ തന്നെ വെക്കരുത് കേട്ടോ. അപ്പോൾ ഇത് വല്ലാണ്ട് കുറുകി വറ്റിപ്പോവും. നമുക്ക് റെഡിയായി എന്ന് കണ്ടാൽ നമുക്ക് ചൂടിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് വേറൊരു ഭാഗത്തേക്ക് വെക്കണം. അപ്പോൾ നമ്മളുടെ സൂപ്പ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ആവശ്യമുള്ളവർക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിലോ അല്ലെങ്കിൽ 1 ടീസ്പൂൺ അളവിലോ വിനെഗർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. വിനെഗർ ഞാനിവിടെ ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും അപ്പോൾ ഈ സ്വീറ്റ് കോൺ സൂപ്പ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും